വന്നിട്ടുള്ളത് വയനാട് ഫ്ലവർ ഷോ കൽപ്പറ്റയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 20-നായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ 21-ാം തീയതി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പം പിന്നെ ഫ്ലവർ ഷോ കാണാൻ പോകുന്നവർ ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രം പോകുക എന്നാണ് ഞാൻ പറയുക. കാരണം ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് അവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പിന്നെ കാണുന്ന വീഡിയോസില്ലേ, അപ്പോൾ അതിൻ്റെ പരിപാടികളും പണികളൊക്കെ ഒന്ന് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്ത്. അപ്പോൾ അവരോട് പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, കാരണം നമ്മൾ ഇങ്ങനെ വണ്ടി എണ്ണയൊക്കെ അടിച്ച് അവിടെ എത്തിയതല്ലേ, മക്കൾക്ക് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടെ പോയതാണ്, പാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ പണികളൊന്നും ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും ഉള്ളിൽ കയറി ഞങ്ങൾ ഫ്ലവർ ആണെങ്കിൽ അത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ ക്യാഷ് തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് അവിടെയുള്ള എല്ലാവരും കൂടെ ഇടപെട്ട് പിന്നെ കുട്ടികളൊക്കെ കൂട്ടി വന്നതല്ലേ, അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങളെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിച്ചിട്ടോ. അപ്പോൾ ഇത് അവിടുന്ന് സംസാരിക്കുകയാണ് അവരെല്ലാവരും കൂടെ. ഭയങ്കര കച്ചറയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഓരോരുത്തർ വരുന്നുണ്ട്, എല്ലാ മക്കളൊക്കെ കൂട്ടി വരുന്നുണ്ട്, ഓട്ടോയിലും അതുപോലെ കാറിലും, അങ്ങനെ വണ്ടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നവരെന്തായാലും ഇനി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രം പോകുക, അപ്പോഴത്തേക്ക് ഫിനിഷ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ ചോർന്നതിന് ശേഷം അവിടുന്ന് അവരോട് സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല ഉള്ളിൽ കയറിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്ലവേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല, ലോറിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഇനി സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഒന്നും അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ നമ്മുടെ പോസ്റ്റർ അടിക്കുന്ന സമയത്തൊന്നും ഒന്നും അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അവർ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും വരിക എന്നുള്ള രീതിയിലാണ് പോസ്റ്ററൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷെ അവിടെ പോയപ്പോഴാണ് അറിയുന്നത് ഒന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോൾ മഴയും കൊണ്ട് ഒരുപാട് നേരം ഞങ്ങൾ അവിടെ നിന്ന് അതിന് ശേഷം അവരോട് സംസാരിച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മുമ്പ് വന്നവരും ഞങ്ങൾക്ക് ശേഷം വന്നവരൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ടായിരുന്നു കയറിയത്. പക്ഷേ ഞങ്ങൾ ഇത്രയും പേര് ടിക്കറ്റ് ഇല്ലാതെ ഞങ്ങളെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് അവരുടെ തന്നെയാണ് തെറ്റ്. കാരണം മക്കളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പോയിട്ട് അവിടെ പാർക്ക് സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ നമ്മൾ ഇവിടുന്നേ പോയതല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് സംസാരിച്ച് ഒക്കെ റെഡിയാക്കി ഉള്ളിലേക്ക് കയറി. അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഒറിജിനൽ ഫ്ലവേഴ്സ് കേട്ടോ, കണ്ടാൽ ശരിക്കും പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. അപ്പോൾ മക്കളെ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ബാക്കി അതിൻ്റെ ഉള്ളിലൊക്കെയുള്ള ഫ്ലവേഴ്സൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ വയനാട്ടിലുള്ളവരൊക്കെ ഒന്ന് പോയി കാണുക. അതും 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം പോയാൽ മതി കേട്ടോ. പിന്നെ ഒരു ക്യാമറമാൻ അവിടെ ഉണ്ടായിരുന്നു, TV-യിൽ ന്യൂസ് കൊടുക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടൊരു വീഡിയോ ഒക്കെ ആയിട്ട് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. അപ്പോൾ വയനാട്ടിലുള്ള എല്ലാവരും പോയിട്ടൊന്ന് കാണാം കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, നല്ല അടിപൊളി തന്നെയാണ്. അപ്പം ഒരുപാട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറിൻ്റെ ഷേപ്പിലുണ്ട്, അതുപോലെ ഹേർട്ടിൻ്റെ ഷേപ്പിൽ, എസ് ഷേപ്പിൽ, അങ്ങനെ ഒരുപാട് ഷേപ്പിലൊക്കെ ഉണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ചെയ്തതൊക്കെ നല്ല ഭംഗി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇനി ചെയ്യാനുള്ളതും അവർ നല്ല അടിപൊളി തന്നെ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഒരുപാട് അവിടെ സ്ഥലങ്ങൾ ഇനിയും ഫില്ല് ചെയ്യാനുണ്ട്. അതുപോലെ പാർക്കിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇനി മൊത്തത്തിൽ എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക കേട്ടോ.
ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴാണ് ആ ക്യാമറമാന് പിന്നെ ടി വിയിലേക്ക് കൊടുക്കാനല്ല പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളോടൊക്കെ ഒന്ന് ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ലുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന പോലെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്, അവർ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് എല്ലാവരും വീഡിയോ എടുത്ത്.
അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ കണ്ട് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്കിതാ സ്നാക്സ് കഴിക്കണമെന്ന് തോന്നുക, അല്ല ഐസ്ക്രീം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അവിടെ തന്നെ ഷോപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പിൻ്റെ പണി അവിടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇനിയും ഒരുപാട് പിന്നെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ലോറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇത് ഇവിടെയൊക്കെ ഫ്രീ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി നെക്സ്റ്റ് 2 ഡേയ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഫുള്ള് ഗ്യാപ്പൊക്കെ അടച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റാക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്.
അങ്ങനെ ഫ്ലവർ ഷോ കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഈ കുതിരവണ്ടി ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി പിന്നെ മക്കളെയൊക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ കയറ്റി ഒരു വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റൈഡിന് പിന്നെ 600 രൂപ 800 രൂപ അങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളത്. ഈ കൽപ്പറ്റ ടൗണിൽ കൂടെ പോയിട്ട് തിരിച്ചു വരും അങ്ങനെയാണ് പറഞ്ഞിട്ട്. അപ്പോൾ മക്കളെ മാത്രം വിടാനൊരു പിന്നെ ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് കയറ്റി വീഡിയോ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവരിറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്ന കൂട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും. അപ്പം തീർച്ചയായിട്ടും ഫ്ലവർ ഷോക്ക് പോവുക, അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ പോകുന്നവർ എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ ശ്രമിക്കുക. ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.